ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഉറവ പറ്റാത്ത സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമാണ് പാലിയേറ്റീവ് പ്രവർത്തകർ. നമ്മുടെ ഉറ്റവരെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഇവരെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ അല്ലാതെ സ്മരിക്കാൻ കഴിയില്ല. രോഗികൾക്കിടയിൽ സാന്ത്വനത്തിന്റെ സ്പർശവുമായി ഓടിയെത്തുന്ന പാലിയേറ്റീവ് സംഘടനകളുടെ പ്രവർത്തനങ്ങളും പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്തതാണ്. സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സൗഹൃദ കൂട്ടായ്മയുടെ കാഴ്ചകൾ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ബാങ്കിംഗ് മേഖലയിലെ ജനവിരുദ്ധ പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ജനതാദൾ SBI ഓഫീസിലേക്ക് മാർച്ചും ധർണയും. അംഗീകൃത കോഴ്സാണെന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഈ മാസം 23-ന്. സന്തോഷവും ആഹ്ലാദവും അണപൊട്ടി. സ്പർശം പാലിയേറ്റീവ് കെയറിന്റെ സൗഹൃദ കൂട്ടായ്മ പുഴയോരം റിസോർട്ടിൽ. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ഏജൻസികൾ അംഗീകരിച്ച കോഴ്സുകളാണെന്ന് പറഞ്ഞ് മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അധികൃതർ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. ഈ മാസം 23-ന് കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ പുതിയ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും വിദ്യാർത്ഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PSC, UPSC, MHRD, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ്, നോർക്ക തുടങ്ങിയ സർക്കാർ ഏജൻസികൾ അംഗീകരിച്ച കോഴ്സാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തങ്ങൾ മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ചേർന്നത്. പിന്നീട് ജോലി ആവശ്യാർത്ഥം സ്വകാര്യ കമ്പനിയെ സമീപിച്ചപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇക്കാര്യത്തിൽ 2 മാസത്തോളം വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും പ്രശ്നപരിഹാരത്തിനായി കരാർ എഴുതി. കോഴ്സിന് അംഗീകാരമില്ലാത്തതിനാൽ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പും അധികൃതർ നൽകി. എന്നാൽ ഈ മാസം 9-ന് കരാർ ലംഘിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 23-ാം തീയതി കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ പുതിയ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് സംയുക്ത സമരസമിതി. പാട്ടും കളിയും കൈകൊട്ടലുമായി പുഴയോരത്ത് ഒരു ഒത്തുകൂടൽ. വേദനകളും അസുഖങ്ങളും മറന്ന് ആഘോഷങ്ങളുടെ ലോകത്താണ് ഇവർ. സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സൗഹൃദ കൂട്ടായ്മ രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും ആഘോഷവേദിയായി. അസുഖം എന്നത് ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ്. അത്രയും കാലം എല്ലാ സന്തോഷങ്ങളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ അസുഖം ശരീരത്തെയും മനസ്സിനെയും പിടിമുറുക്കുന്നത് നിസ്സഹായതയോടെ അനുഭവിക്കാനേ ആർക്കും കഴിയൂ. രോഗാതുരമായ മനുഷ്യാവസ്ഥയെ സ്നേഹം കൊണ്ടും സാമീപ്യം കൊണ്ടും തോൽപ്പിക്കുകയാണ് സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. പാട്ടും കളിയും കഥപറച്ചിലും പൊട്ടിച്ചിരികളുമായി പുഴയോരത്തെ പ്രകൃതി രമണീയതയിൽ 25ഓളം രോഗികളും അവരുടെ ബന്ധുക്കളും ഒത്തുകൂടി. മനസ്സിനെയും ശരീരത്തെയും എല്ലാ വേദനകളിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന പ്രകൃതിയുടെ ചലനങ്ങൾ കൂടിയുണ്ടായിരുന്നു ഈ സൗഹൃദ കൂട്ടായ്മയിൽ. സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നടക്കാവ്, കാരപ്പറമ്പ് ഏരിയകളിലെ രോഗികൾക്കായാണ് ആഹ്ലാദം അണപൊട്ടിയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നേർമൊഴി കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ അജീഷ് മുജുകുന്ന് നാടൻ പാട്ടുകളുമായി സദസ്സിന്റെ ഹൃദയം കീഴടക്കി. രോഗികളും ബന്ധുക്കളും അജീഷിനൊപ്പം താളമിട്ടും പാട്ടുപാടിയും രംഗം കൊഴുപ്പിച്ചു. സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തുടർന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇത്തരം സൗഹൃദ സംഗമങ്ങൾ. സൊസൈറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് സിറ്റി ക്ലിനിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽ പാലേരി. സന്നദ്ധ പ്രവർത്തകരും രോഗികളും അവരുടെ കൂട്ടുകാരും എല്ലാവരും കൂടി ഇരുന്നുണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതൊരു കൂട്ടായ്മയുടെ അപ്പുറം ഒരു മെസ്സേജും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരും കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ളതിൽ ഒരു സന്ദേശം കൂടെ സമൂഹത്തിന് കൊടുക്കാൻ വരുന്നതായിട്ടാണ്. എത്ര പ്രകീർത്തിച്ചാലും മതിയാവാത്ത പ്രവർത്തനങ്ങളാണ് സ്പർശം പാലിയേറ്റീവ് രോഗികൾക്കിടയിൽ നടത്തിവരുന്നത്. 1500ഓളം രോഗികൾക്കാണ് ഈ മേഖലയിൽ മാത്രം സൊസൈറ്റിയുടെ സേവനം. രോഗി പരിചരണം കൂടാതെ രോഗികൾക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ മറ്റ് പ്രവർത്തനങ്ങളും സൊസൈറ്റി നടത്തിവരുന്നു. ഡോക്ടർ സുരേഷ് കുമാർ, സൈനുദ്ദീൻ, TK അഷ്റഫ്, സോമസുന്ദരം, ഹേമചന്ദ്രൻ, പ്രസാദ് തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. രോഗങ്ങളുടെയും വാർദ്ധക്യത്തിന്റെയും പീഡകളിൽ നിസ്സഹായരാകുന്നവർക്ക് മരുന്നില്ലാതെ ആശ്വാസം പകരുന്ന അന്തരീക്ഷവും ആഹ്ലാദ
ആഹ്ലാദം പങ്കുവയ്ക്കാൻ അവസരവും ഒരുക്കി വേദനകളുടെയും ഒറ്റപ്പെടലിന്റെയും ലോകത്തു നിന്നും കൈപിടിച്ച് തിരികെ നടത്തുകയാണ് സ്പർശത്തിന്റെ ദൈവിക ഹസ്തങ്ങൾ. ബാങ്കിംഗ് മേഖലയിലെ ജനവിരുദ്ധ പരിഷ്കരണങ്ങൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ എസ് നേതൃത്വത്തിൽ SBI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി PM ജോയ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K ലോഹ്യ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ജനതാദൾ എസ് നേതൃത്വത്തിൽ SBI ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നത്. ബാങ്കിംഗ് മേഖലയിലെ ജനവിരുദ്ധ പരിഷ്കാരങ്ങൾ, വരൾച്ച, ദുരിതാശ്വാസം പദ്ധതികളിൽ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണന തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മാർച്ച്. മാനാഞ്ചിറ SBI ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന സെക്രട്ടറി PM ജോയ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K ലോഹ്യ അധ്യക്ഷനായിരുന്നു. ജനദ്രോഹ നടപടിയിലൂടെ സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ BJPക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. പ്രഹസനം എന്ന തരത്തിലാണ് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള നടപടികളെന്നും അദ്ദേഹം പ്രതിഷേധ പരിപാടിയിൽ കുറ്റപ്പെടുത്തി. അങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളെ മുച്ചൂടും മുടിക്കുന്ന ഇതൊന്നും യാതൊരു കണക്കുമില്ല. ഇവിടെ കള്ളപ്പണം നിയന്ത്രിക്കപ്പെട്ടില്ല, ഇവിടെ കുഴൽപ്പണം നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല, ഇവിടെ കള്ളനോട്ട് നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല, ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അല്പം പോലും നിയന്ത്രണമുണ്ടായിട്ടില്ല. ഈ നോട്ട് നിരോധനത്തിന് ശേഷം നടന്ന 1 വർഷക്കാലം അല്ലെങ്കിൽ 8 മാസക്കാലം പരിശോധിച്ചാൽ ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള SBI പരിഷ്കാരങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സംഘടന. PT ആനന്ദ്, KN അനിൽകുമാർ, PP മുകുന്ദൻ മാസ്റ്റർ, CP രാജൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ആരോഗ്യവകുപ്പിന് കീഴിൽ ദന്തവിഭാഗം പ്രവർത്തിക്കുന്ന എല്ലാ ആശുപത്രികളിലും ദന്തൽ മെക്കാനിക് തസ്തിക സൃഷ്ടിക്കണമെന്ന് കേരള ദന്തൽ മെക്കാനിക് വെൽഫെയർ അസോസിയേഷൻ. ദന്തചികിത്സ പൂർണ്ണ അർത്ഥത്തിൽ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കാൻ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദന്താരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം തഴയപ്പെടുന്ന വിഭാഗമാണ് തങ്ങളെന്ന് അസോസിയേഷൻ പറയുന്നു. കേരളത്തിൽ ദന്താരോഗ്യ മേഖല വളരെയധികം പുരോഗമിച്ചിട്ടും ഇതിന്റെ ഗുണം സാധാരണ ജനങ്ങൾക്കും ലഭിക്കുന്നില്ല. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, താലൂക്ക് ആശുപത്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവിടങ്ങളിലെല്ലാം ദന്തൽ വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ദന്തചികിത്സ പൂർണ്ണാർത്ഥത്തിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിനു കാരണം ദന്തൽ മെക്കാനിക്കുകളെ നിയമിക്കാത്തതാണെന്ന് ഇവർ പറയുന്നു. കേരളത്തിൽ സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്പെഷ്യാലിറ്റി കേഡറിലുള്ള ദന്തൽ വിങ്ങുകൾ തുടങ്ങുകയും അവിടെ ഉയർന്ന ശമ്പളത്തിൽ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ നിയമിക്കുകയും അതിനുവേണ്ടി ഇൻസ്ട്രുമെന്റ്സും മറ്റ് സൌകര്യങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടും സാധാരണ ജനങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭിക്കാത്തത് ദന്തൽ മെക്കാനിക്കുകളുടെ അഭാവം മൂലമാണ്. ബജറ്റിൽ തുക വിലയിരുത്തിയിട്ടും ഇന്നും അവഗണന നേരിടുകയാണ് തങ്ങളെന്നും സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ പാചക തൊഴിൽ മേഖലയിൽ കമ്മീഷനെ നിയമിച്ച് അഭിപ്രായങ്ങൾ തേടി തൊഴിലാളികൾക്ക് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കണമെന്ന് MK രാഘവൻ MP. കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടുകാർക്ക് രുചികരമായ ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന തൊഴിലാളി വിഭാഗമാണ് കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ. യൂണിയന്റെ ജില്ലാ കുടുംബസംഗമം SK പൊറ്റക്കാട് ഹാളിൽ നടന്നു. തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിനും ക്ഷേമനിധി, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് സംഗമത്തിൽ ചർച്ചകൾ നടന്നു. MK രാഘവൻ MP കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പാചക തൊഴിൽ മേഖലയിൽ കമ്മീഷനെ നിയമിച്ച് അഭിപ്രായങ്ങൾ തേടി ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഇവിടെ സംഘടിച്ചിട്ടുള്ളത് സ്വാഭാവികമായും നിങ്ങളുടെ മൗലികങ്ങളായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കാറ്ററിംഗ് രംഗത്ത് മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്ട് ഇത്ര ഒരു നല്ല ഭക്ഷണം അല്ലെങ്കിൽ പലഹാരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയും പോലെ മറ്റാർക്കും നൽകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടുള്ള ഒരാളാണ് ഞാൻ. യൂണിയൻ പ്രസിഡന്റ് PM ഹനീഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം മുഖ്യപ്രഭാഷണം നടത്തി. NC അബൂബക്കർ, K മൊയ്തീൻ കോയ, CP സുബൈർ, ഗിരീഷ് കുമാർ, രഞ്ജിത്ത് P ഗോപി, NA റസാഖ്, A മൂസക്കോയ ഹജി, AT അബ്ദു തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017 എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK Nayanar ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സ്? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ വനിതാ സ്വയം പ്രതിരോധ പദ്ധതിക്ക് കോഴിക്കോട്ട് തുടക്കം കുറിച്ചു. ജില്ലാ തായ്ക്കാണ്ടോ അസോസിയേഷൻ നേതൃത്വത്തിൽ കളരി, തായ്ക്കാണ്ടോ എന്നിവയിലാണ് പ്രായഭേദമന്യേ പരിശീലനം. സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങളെ നേരിടാൻ സ്വയം പ്രതിരോധവും ആത്മധൈര്യവും നൽകി ശക്തമാക്കാൻ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ വനിതാ സ്വയം പ്രതിരോധ പരിശീലനം തുടങ്ങി. ജില്ലാ തായ്ക്കോണ്ടോ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തായ്ക്കോണ്ടോ കളരി പരിശീലനം നൽകുന്നത്. പ്രായഭേദമന്യേ ആയോധന കലകൾ പരിശീലിപ്പിക്കും. 15 ദിവസത്തെ പരിശീലനത്തിന് 150ഓളം പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇത് നടത്തുന്നത് പെൺകുട്ടികൾക്ക്, യുവതികൾക്ക് അവരെ സംരക്ഷിക്കാൻ അവർ തന്നെ മതി എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാക്കാനാണ് ഈ പരിശീലന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, കായികക്ഷമതയുണ്ടാക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അധ്യക്ഷം വഹിച്ചു. മുൻ മേയർ O രാജഗോപാൽ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സ്പോർട്സ് കൌൺസിൽ മെമ്പർ TM അബ്ദുറഹിമാൻ, ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് A മൂസ ഹാജി, ജില്ലാ തായ്ക്കോണ്ടോ അസോസിയേഷൻ സെക്രട്ടറി PC ഗോപിനാഥ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രേമൻ തറവട്ടത്ത്, ജില്ലാ സ്പോർട്സ് ഓഫീസർ S കുമാരി ലത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവലിന് കോഴിക്കോട്ട് തുടക്കമായി. 3 ദിവസങ്ങളിലായി ടൌൺഹാളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഡോക്യുമെന്ററി സംവിധായകനായ ബിജു ടാപ്പോ ഉദ്ഘാടനം ചെയ്തു. 5ാമത് യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി കോഴിക്കോട് ടൌൺഹാളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഡോക്യുമെന്ററി സംവിധായകനും ആക്ടിവിസ്റ്റും ദേശീയ പുരസ്കാര ജേതാവുമായ ബിജു ടോപ്പോ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് റീവിസിറ്റിംഗ് ഫ്രീഡം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കൊളാഷ് ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സ് ഫിലിം, റെട്രോസ്പെക്റ്റീവ് എന്നീ വിഭാഗങ്ങളിലായി 4 ഫീച്ചർ ഫിലിമുകളും 10 ഡോക്യുമെന്ററി ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ഷോർട്ട് ഫിലിമുകൾ, മ്യൂസിക് വീഡിയോകൾ എന്നിവയും പ്രദർശിപ്പിക്കും. വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും സംവാദങ്ങളും നടക്കും. 18-ന് നടക്കുന്ന സമാപന സമ്മേളനം കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. സംഗീത ലോകത്ത് 50 ആണ്ട് പിന്നിടുന്ന പ്രശസ്ത പാട്ടുകാരൻ പ്രേംകുമാർ വടകരയ്ക്ക് ചങ്ങാതിക്കൂട്ടത്തിന്റെ ആദരം. മെയ് 21-ന് വടകര ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ 50,001 രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കും. പ്രേമസംഗീതം 50 വർഷങ്ങൾ എന്ന പേരിലാണ് പരിപാടി. മോഹഗായകൻ ഓ മണ്ണിലെ നിറങ്ങളെല്ലാം കണ്ടു കണ്ടു കണ്ണിറക്കാൻ എന്നും കൊതിക്കും ഞാനീ പ്രേമഗായകൻ. പാട്ടിന്റെയും പാട്ടുകാരെയും എന്നും ആദരവോടെ നെഞ്ചേറ്റുന്ന മലബാറുകാരുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ പ്രേംകുമാർ വടകര തന്റെ സംഗീത ജീവിതത്തിന്റെ 50 ആണ്ട് പിന്നിടുന്നു. 50 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ മെയ് 21-ന് ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് വടകര ടൌൺഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ചങ്ങാതിക്കൂട്ടം അദ്ദേഹത്തിനെ ആദരിക്കും. പ്രേമസംഗീതം 50 വർഷങ്ങൾ എന്ന പേരിലാണ് പരിപാടി.
കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ചങ്ങാതിക്കൂട്ടം 50,001 രൂപയും പ്രശസ്തി പത്രവും നൽകി ആദരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി സിനിമാ പിന്നണി ഗായകൻ വിൽസുരാജ് നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കുമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാടൻ വിഭവങ്ങളടക്കം 19 സ്റ്റാളുകൾ അണിനിരത്തി വെള്ളിമാടുകുന്ന് ഷീ ക്ലബ്ബ് സംഘടിപ്പിച്ച കൈപുണ്യം 2017 ഭക്ഷ്യമേള ശ്രദ്ധേയമായി. ചിക്കൻ കേക്കും ഇളനീർ പായസവുമെല്ലാം ഭക്ഷണപ്രേമികൾ ആസ്വദിച്ചു. കൌൺസിലർ ഇ പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വെള്ളിമാടുകുന്ന് CH കോളനിയിലെ വീട്ടമ്മമാരുടെ കൂട്ടായ്മയായ ഷീ ക്ലബിന്റെ നേതൃത്വത്തിൽ കോളനി പരിസരത്ത് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. കൈപുണ്യം 2017 എന്ന് പേരിട്ട ഭക്ഷ്യമേള കോർപ്പറേഷൻ കൌൺസിലർ ഇ പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. CH കോളനി അലോട്ടീസ് അസോസിയേഷൻ സെക്രട്ടറി മുരളി ഭാർഗവ്, ഷീ ക്ലബ് കൺവീനർ റെമി ഡേവിസ്, ജോയിന്റ് കൺവീനർ വസന്ത മോഹനകൃഷ്ണൻ, KC ഗൌരിയമ്മ, M സനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 19 സ്റ്റാളുകൾ അണിനിരന്ന മേള രാത്രി വരെ നീണ്ടു. നാടൻ വിഭവങ്ങളായ ചക്ക ഉണ്ട, അരിക്കടുക്ക, കൈപ്പോള, കള്ളപ്പം, ഇലയട, ബജ്ജി, ചക്കപ്പുഴുക്ക് എന്നിവയ്ക്കൊപ്പം ചിക്കൻ കേക്ക്, മക്രോണി കേക്ക്, ഇളനീർ പായസം, ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്നിവയും മേളയിൽ വിളമ്പി. പരിപാടികൾക്ക് ഡേവിസ് ചെറിയത്ത്, മോഹനകൃഷ്ണൻ, ജോയ് വിലങ്ങാട്, വസന്തകുമാർ പ്രഭു, അഷിത മുരളി എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര കുടുംബ ദിനാചരണത്തിന്റെ ഭാഗമായി വേദിക ആർട്സ് ആൻഡ് കൾച്ചറൽ കൂട്ടായ്മയും ഒയിസ്ക ഇന്റർനാഷണലും ചേർന്ന് ജീവിതത്തിന്റെ താളപ്പൊരുത്തം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കുടുംബ കൌൺസിലർ KA അസീസ് വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. ഒയിസ്ക ഇന്റർനാഷണൽ കോഴിക്കോട് ചാപ്റ്ററും വേദിക ആർട്ട് ആൻഡ് കൾച്ചറൽ കൂട്ടായ്മയും ചേർന്ന് അന്താരാഷ്ട്ര കുടുംബ ദിനാചരണം നടത്തി. ജീവിതത്തിന്റെ താളപ്പൊരുത്തം എന്ന വിഷയത്തിൽ കുടുംബ കൌൺസിലറായ KA അസീസ് പ്രഭാഷണം നടത്തി. മറ്റുള്ളവരെ ചെറുതായി കണ്ട് സ്വയം വലുതാകാനുള്ള ശ്രമം ഉപേക്ഷിക്കണം. സ്വന്തം ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് തിരുത്തണം. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തുവന്നത് മുതൽ നമ്മിലുള്ള മാറ്റങ്ങൾ വിലയിരുത്തുകയും ചെയ്യണമെന്നും KA അസീസ് പറഞ്ഞു. ഗർഭസ്ഥ സമയത്ത് അമ്മ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലമായിട്ട് അമ്മയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ അല്ലെങ്കിൽ അതിന്റെ ആകുലതകൾ, അതിന്റെ ഫലമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു കുട്ടിയുടെ ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയുടെ തുടക്കത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അമ്മയിൽ നിന്നും ലഭിച്ച സ്നേഹം ചുറ്റുപാടുകളിലേക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുമ്പോൾ താളപ്പൊരുത്തങ്ങൾ തനിയെ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് സംഗീത വിരുന്നുമുണ്ടായിരുന്നു. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിച്ച് ബാങ്ക്മെൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാടക കളരി നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഉള്ളിലുള്ള അഭിനയവും അഭിരുചിയും മനസ്സിലാക്കി ഉള്ളിലുള്ള അഭിനേതാവിനെ വളർത്തിയെടുക്കുവാനാണ് ബാങ്ക്മെൻസ് ക്ലബ് അഭിനയ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. അഭിനയം എന്നത് കലയാണ്. നിരീക്ഷണവും ഭാവനയും കൂടിച്ചേർന്നാലേ ഒരു നല്ല നടനാവൂ എന്ന് പ്രശസ്ത നാടകകൃത്ത് A ശാന്തകുമാർ പറഞ്ഞു. ഉൾക്കരുത്തും ഊർജ്ജവും ശക്തിയും കരുത്തും എല്ലാം ഒത്തുചേർന്ന് നാലാളുടെ മുമ്പിൽ നിന്ന് സധൈര്യം സംസാരിക്കാൻ കഴിയുന്ന കുട്ടികളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാടകപ്രവർത്തകൻ മാവൂർ വിജയൻ, പ്രശസ്ത നാടക നടി ഉഷ ചന്ദ്രബാബു തുടങ്ങിയവരാണ് 100ഓളം കുട്ടികൾക്ക് അഭിനയം എന്ന ലോകത്തെക്കുറിച്ച് രസകരമായ ക്ലാസുകൾ നൽകിയത്. അവധിക്കാലത്തിലെ കുട്ടികളുടെ ഈ നാടകക്കളരി ഒത്തിരി നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. ഒരു വിഷയത്തെ എങ്ങനെ ഭാവനാപൂർവ്വം കാണാമെന്ന രസകരമായാണ് പരിശീലകർ ക്ലാസുകൾ എടുക്കുന്നത്. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത്? നിങ്ങൾ അതൊന്നും പറയണ്ട. എന്റെ മോളാ, അവള് നല്ലോണം പഠിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതിലുപരി നാടക നടനുമായ ബാബു പറശ്ശേരിയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സംഘടനകൾ തയ്യാറാകുന്നത് അഭിനന്ദനാർഹമാണ്. M മാധവൻ, ജെയിംസ് ലാസർ തുടങ്ങിയവരാണ് നാടകക്കളരിക്ക് നേതൃത്വം നൽകുന്നത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട്
ബീച്ചിലെന്താ കോഴിക്കോട് ബീച്ചിലെന്താ എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. പുനത്തിൽ ഷൗക്കത്ത് അലി ഫൗണ്ടേഷന്റെ ആംബുലൻസ് വാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിച്ചു. ഒളവണ്ണയിൽ നടന്ന ചടങ്ങിൽ കെ രവീന്ദ്രനാഥൻ അധ്യക്ഷം വഹിച്ചു. ഷൗക്കത്ത് അലി പുനത്തിൽ ഫൗണ്ടേഷന്റെ പ്രഥമ സംരംഭമായ ആംബുലൻസ് സേവനം നാടിന് സമർപ്പിച്ചു. പന്തീരങ്കാവിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആംബുലൻസ് നാടിന് സമർപ്പിച്ചത്. എല്ലാ നന്മയും എന്നും ഉയർത്തിപ്പിടിക്കാൻ ഈ ഫൗണ്ടേഷന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഈ ആംബുലൻസ് അത് ഇവിടെ പറഞ്ഞു, അതിൻ്റെ കോസ്റ്റ് മാത്രം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് മാത്രം ഈടാക്കിക്കൊണ്ടാണ് അത് പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഷൗക്കത്ത് അലി പൊതുരംഗത്ത് തുടങ്ങിവെച്ച നല്ല പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച അദ്ദേഹത്തിൻ്റെ പേരിൽ ആക്കുന്നു എന്ന് മാത്രം. ഒളവണ്ണയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഷൗക്കത്ത് അലി ഓർമ്മയായിട്ട് 11 വർഷങ്ങളായി. DCC പ്രസിഡന്റ് ടി സിദ്ദിഖ്, PM സുരേഷ് ബാബു, KC അബു തുടങ്ങി പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു. രാമനാട്ടുകര പാറമ്മൽ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 33ാം വാർഷികത്തിന്റെ സമാപനവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ജനപ്രതിനിധികളും പൗരപ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. രാമനാട്ടുകര പാറമ്മൽ ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 33ാം വാർഷിക ആഘോഷം സർഗോത്സവം 2017 സമാപനവും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ മികച്ച A ഗ്രേഡ് ലൈബ്രറിയായ പാറമ്മൽ ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ പുതിയ കെട്ടിടം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം, AV ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്മാരക റീഡിംഗ് റൂം ഉദ്ഘാടനം ചെയ്തു. 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന ലൈല മുഹമ്മദ് സ്മാരക ഹാൾ ബേപ്പൂർ MLA VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. വയലാർ അവാർഡ് ജേതാവ് UK കുമാരൻ മുഖ്യ അതിഥിയായിരുന്നു. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല പാറകണ്ടത്തിൽ, A തുളസി, A രാധ, M ഗോപാലകൃഷ്ണൻ, EP പവിത്രൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ വാർത്താപതിപ്പ് സർഗം 2017 N പ്രമോദ് ദാസ് പ്രകാശനം ചെയ്തു. ചക്കോരത്തുകുളം BG റോഡിൽ ഐക്യ കേരള വായനശാലയ്ക്ക് പുതിയ കെട്ടിടം ഉയരുന്നു. 1ാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K ചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. കൌൺസിലർ പൊറ്റങ്ങാടി കിഷൻ ചന്ദ് മുഖ്യാതിഥിയായിരുന്നു. ചക്കോരത്തുകുളം BG റോഡ് ഐക്യ കേരള വായനശാല ആൻഡ് ലൈബ്രറിയുടെ 1ാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. ഈ ഗ്രന്ഥാലയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അത് ഏതാണ്ട് 11.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ വെച്ച് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ആ പ്രവൃത്തിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിങ്ങളുടെ സമ്മതത്തോടുകൂടി ഞാനിവിടെ നിർവഹിക്കുന്നത്. ഈ 11.5 ലക്ഷം രൂപ, അതിൽ ഏതാണ്ട് 3.25 ലക്ഷം രൂപ മാത്രമാണ് ലൈബ്രറി കൗൺസിലിൻ്റെ വിഹിതമായി നൽകുന്നത്. ബാക്കി വരുന്ന 8 ലക്ഷത്തോളം രൂപ ഈ ലൈബ്രറിയുടെ അഭ്യുദയകാംക്ഷികൾ ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട്. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ PKG വിജയറാം അധ്യക്ഷം വഹിച്ചു. വാർഡ് കൌൺസിലർ P കിഷൻ ചന്ദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു.
UK കുമാരൻ, N മുരളീധരൻ, ചന്ദ്രശേഖരൻ നായക്, C മധുകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രാദേശിക വികസനത്തിനൊപ്പം സ്വന്തം ലൈബ്രറി കെട്ടിടമെന്ന സ്വപ്നമാണ് പ്രദേശത്തുകാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ വായനാഭിരുചിയെ വലിയ തോതിൽ കരുപ്പിടിപ്പിക്കുന്നത് പരിഭാഷകരാണെന്ന് മലയാള സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ. ഭാഷാ സമന്വയ വേദി നേതൃത്വത്തിൽ KP കേശവമേനോൻ ഹാളിൽ നടത്തിയ വിവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിഭാഷകനിലൂടെയാണ് എഴുത്തുകാരൻ അന്യഭാഷയിലേക്ക് എത്തുന്നതെന്നും വിവർത്തനം സുപ്രധാന സാഹിത്യ ദൌത്യമാണെന്നും മലയാള സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ പറഞ്ഞു. മാതൃഭൂമി ബുക്സും ഭാഷാ സമന്വയവേദിയും ചേർന്ന് നടത്തിയ വിവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വായനാഭിരുചിയെ വലിയ തോതിൽ കരിപ്പിടിപ്പിക്കുന്നത് പരിഭാഷകരാണെന്നും ജയകുമാർ പറഞ്ഞു. MP വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഡോക്ടർ PK രാധാമണിയെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ജയകുമാർ ആദരിച്ചു. പ്രൊഫസർ P ജയേന്ദ്രൻ, പ്രൊഫസർ ഉള്ളൂർ M പരമേശ്വരൻ, ഡോക്ടർ PK ചന്ദ്രൻ, ഡോക്ടർ KB തോമസ്, ഡോക്ടർ KM പ്രീത, PJ മാത്യു, KS വെങ്കിടാചലം, NM സണ്ണി, AKB നായർ, SA ഗുഡ്സി, AV സുധീന്ദ്രൻ, ഡോക്ടർ ശരത് മണ്ണൂർ, ചേന്തൻ തുളസീതളം എന്നിവർ സംസാരിച്ചു. മാതൃഭൂമി എക്സിബിഷൻ മാനേജർ M ജയരാജ് സ്വാഗതവും ഡോക്ടർ PI മീര നന്ദിയും പറഞ്ഞു. ഒട്ടേറെ കായിക താരങ്ങളെ വാർത്തെടുത്ത നടുവണ്ണൂരിൽ ഇത്തവണത്തെ മധ്യവേനൽ അവധിക്കാല വോളിബോൾ ക്യാമ്പിലും നിറസാന്നിധ്യം കുരുന്നുകൾ തന്നെ. 100ഓളം കായിക താരങ്ങളാണ് കാലത്ത് 6 മുതൽ ആരംഭിക്കുന്ന പരിശീലനത്തിന് എത്തുന്നത്. നടുവണ്ണൂരിലെ കൌമാരക്കാർക്കായി നടത്തുന്ന മധ്യവേനൽ അവധിക്കാല വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് 50 പിന്നിട്ടു. നിരവധി രാജ്യാന്തര താരങ്ങളെ വളർത്തി ഇന്ന് തലയെടുപ്പോടെ അച്യുതൻ മാസ്റ്ററും സഹപ്രവർത്തകരും നിലനിൽക്കുകയാണ്. വോളിബോളിന്റെ ഈറ്റില്ലമാണ് ഈ പ്രദേശം. ചെറുപ്രായത്തിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ പ്രായത്തെ മറികടന്ന് 75 പിന്നിട്ട് അച്യുതൻ മാസ്റ്റർ നാഷണൽ റഫറിയായ MK പരീദ്, മുൻ MGM താരവും പരിശീലകനുമായ K അബ്ദുൾ സലാം, K ലത്തീഫ്, VP രമണി എന്നിവരും പരിശീലനത്തിലുണ്ട്. കാലത്ത് 6 മണിയോടെ തന്നെ നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പരിശീലനവും ഒപ്പം മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തും. സ്കൂൾ മത്സരങ്ങൾ മുതൽ ദേശീയ മത്സരങ്ങൾ വരെ ഈ മൈതാനിയിൽ കളിച്ചു വളർന്നവർ വിവിധ ടീമുകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. 3 ആഴ്ചത്തെ മധ്യവേനൽ അവധിക്കാല വോളിബോൾ പരിശീലനമാണ് നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്നത്. 15 വയസ്സിന് താഴെ പ്രായമുള്ള 100ഓളം കായിക താരങ്ങളാണ് കാലത്ത് 6 മുതൽ ആരംഭിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. പ്രസിദ്ധയും സുജയും മഞ്ജുളയും നഫിയുമൊക്കെ ദേശീയ താരങ്ങളായി ഇവിടെ കളിച്ചു വളർന്നവരാണ്. 1967 തന്നെ NRC ക്ലബിന് രൂപം നൽകി. തുടർന്ന് സ്കൂൾ വോളിബോൾ ക്ലബിനും രൂപം നൽകി. അതിന് കീഴിലാണ് വേനലവധിയിലെ പരിശീലനം. ഇപ്പോൾ 100ൽ കുറയാതെ കുട്ടികൾ പരിശീലനത്തിന് എത്തുന്നുണ്ട്. പരാധീനതകൾ ഒട്ടേറെയുണ്ടെങ്കിലും ആവേശത്തോടെയാണ് കുട്ടികൾ ക്യാമ്പിലെത്തുന്നത്. കായിക രംഗത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ടാലി GST കോഴ്സുകളും ജിടെക്കിന് മാത്രം അംഗീകാരമുള്ള അഡോബ് ക്രിയേറ്റീവ് ടെക്നോളജി അക്കാദമിയുടെ കോഴ്സുകളും ജിടെക്കിൽ ആരംഭിച്ചു. 20ലധികം ഒറിജിനൽ സോഫ്റ്റ്വെയറിലൂടെ 20ലധികം കോഴ്സുകളാണ് ജിടെക് അവതരിപ്പിക്കുന്നത്. IT വിദ്യാഭ്യാസ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ മികവ് തെളിയിച്ച ജിടെക് ടാലി GST കോഴ്സുകൾക്കൊപ്പം അഡോബിന്റെ ഏറ്റവും പുതിയ കോഴ്സുകളും ആരംഭിച്ചതായി ജിടെക് ചെയർമാനും MDയുമായ മെഹ്റൂഫ് മണലടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഡോബ് ക്രിയേറ്റീവ് ക്ലൌഡിന്റെ അതിനൂതനമായ കോഴ്സുകളും സർട്ടിഫിക്കറ്റുകളും ജിടെക്കിലൂടെ ഇനി വിദ്യാർത്ഥികൾക്ക് സ്വന്തമാക്കാം. ജിടെക് ടാലി GSTയുടെ ലോഞ്ചിംഗ് കർമ്മം ടാലി എഡ്യൂക്കേഷൻ ഹെഡ് രാകേഷ് മേനോൻ നിർവഹിച്ചു. അഡോബ് ക്രിയേറ്റീവ് ക്ലൌഡിന്റെ സർട്ടിഫിക്കറ്റ് ലോഞ്ചിംഗ് അഡോബ് എഡ്യൂക്കേഷൻ ഹെഡ് സുപ്രീത് നാഗരാജുവും നിർവഹിച്ചു. 20ലധികം ഒറിജിനൽ സോഫ്റ്റ്വെയറിലൂടെ സർട്ടിഫൈഡ് അഡോബ് പ്രൂഫ് ഇല്ലുസ്ട്രേഷൻ CC, ഡിജിറ്റൽ ഇമേജ് എഡിഷൻ വിത്ത് ഫോട്ടോഷോപ്പ് CC, ഇൻഡിസൈൻ CC, ആനിമേറ്റഡ് CC, പ്രിമൈൻ പ്രോ CC തുടങ്ങി 20ലധികം കോഴ്സുകളാണ് ജിടെക് അവതരിപ്പിക്കുന്നത്. ടാലി ഒറിജിനൽ സർട്ടിഫിക്കേഷനോട് കൂടിയ മറ്റ് 3 കോഴ്സുകൾ കൂടി ജിടെക്കിലൂടെ ഇനി ലഭ്യമായിരിക്കും. ജിടെക് എഡ്യൂക്കേഷൻ ജനറൽ മാനേജർ നന്ദകുമാർ KB, AGM തുളസീധരൻ പിള്ള, വൈസ് പ്രസിഡന്റ് ദീപക് പാടിയത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാങ്കിംഗ് മേഖലയിലെ ജനവിരുദ്ധ പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ജനതാദൾ S. SBI ഓഫീസിലേക്ക് മാർച്ചും ധർണയും. അംഗീകൃത കോഴ്സാണെന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഈ മാസം 23-ന്. സന്തോഷവും ആഹ്ലാദവും അണപൊട്ടി. സ്പർശം പാലിയേറ്റീവ് കെയറിന്റെ സൗഹൃദ കൂട്ടായ്മ പുഴയോരം റിസോർട്ടിൽ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.